എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഏതാനും ദിവസം മുമ്പേ നമ്മുടെ പിണറായി വിജയന്റെ സർക്കാർ നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്രയും കാലം ഞങ്ങൾ എതിർത്തിരുന്ന കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ പതാക വാഹക പദ്ധതിയായ, അതിൻ്റെ ഒരു റോൾ മോഡലായ PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല. PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല, കാവ്യവൽക്കരണമാണത്. പക്ഷെ അവര് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത് നമ്മൾ കണ്ടു. പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ? സാമ്പത്തിക പ്രതിസന്ധി, ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ MOUയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞത് എത്രയാണ്, 1500 കോടി കിട്ടും എന്നാണ് പറയുന്നത്. 1500 കോടി കിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ 2022 തുടങ്ങിയ പദ്ധതിയാണ്, 2025 അവസാനിക്കുകയാണ്. പദ്ധതിയുടെ പകുതിയും പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 750 കോടി രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഈ 750 കോടിയിൽ ഒരു 60% മാത്രമേ കേന്ദ്ര സഹായമുള്ളൂ, ബാക്കിയുള്ളത് സംസ്ഥാനം എടുക്കണം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഒരു 400-500 കോടി രൂപ. അപ്പൊ 400-500 കോടി രൂപക്ക് വേണ്ടിയിട്ട് ആദർശങ്ങള്, നയങ്ങള് ഒക്കെ കാറ്റിൽ പറത്തിയ പിണറായി സർക്കാർ ഇന്ന് നമ്മളോട് പറയുകയാണ്, ഞങ്ങളിതാ 10,000 കോടിയുടെ സൗജന്യങ്ങൾ, സഹായങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ കൊടുക്കുന്നു. എടോ, എന്തിനാടോ ഈ തട്ടിപ്പ് പരിപാടി? നിങ്ങൾക്ക് ഈ 500 കോടി ഇല്ലാത്തതുകൊണ്ട്, 500 കോടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പോയി നരേന്ദ്രമോദിയുടെ കാല് നക്കുന്നു, അല്ലെ? 500 കോടി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കാല് പോയി നക്കുന്നത്. ഇപ്പൊ എന്നിട്ട് അതിന്റെ 4 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഞങ്ങളിതാ 10,000 കോടി 10,000 എന്ത് 10,000 നിങ്ങൾക്ക് ചില്ലി കാശുണ്ടോ ഖജനാവില്? എന്നിട്ട് പ്രഖ്യാപനം, ഞങ്ങളിതാ അടിസ്ഥാന വർഗങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് വാരി നൽകുന്നു. ഇതാ ഇന്നത്തെ ദേശാഭിമാനി. എന്റെ ഒരുപാട് അന്തംഗമ്മികളായ സുഹൃത്തുക്കൾ, അങ്ങനെ കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ. കുറെ അന്തംഗമ്മികളായ സുഹൃത്തുക്കൾ മുഴുവനും ഈ 1-ാം പേജ് അയച്ചു തന്നിട്ടുക. ഈ 1-ാം പേജ് അയച്ചു തന്നിരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പറഞ്ഞു, നോക്കടാ നമ്മുടെ സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ നോക്കടാ, ഇനിയും നീ വീഡിയോ ചെയ്യ്. പിണറായി സർക്കാരിനെ, ഞങ്ങളെ ചങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇതാ ഞങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് ഈ പത്രമാണ് അയച്ചു തന്നു കേട്ടോ. ഈ അന്തംഗമ്മികൾക്ക് വിവരമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി പത്രം. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കോൾമയിർ എന്ന് പറയുന്ന മയിർ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോൾമയിരണിഞ്ഞ് രോമാഞ്ചകഞ്ചുകിതരായിരിക്കുകയാണ് നമ്മുടെ അന്തം കമ്മികൾ മുഴുവനും. ആഹാ, പിണറായി വിജയന്റെ നവകേരള പിറവി എന്നാണ് തലക്കെട്ട്. നവകേരള പിറവി. പിണറായി സർക്കാർ കേരളത്തിൽ വന്നിട്ട് എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞു നവകേരള പിറവി. ഓരോ പ്രാവശ്യവും കേരളത്തെ ഇങ്ങനെ നവീകരിക്കുകയാണ്, അല്ലെ? കേരളത്തെ നവീകരിച്ച് അമ്പലങ്ങളൊക്കെ കൊള്ള ചെയ്ത് നാടാകെ കട്ടുമുടിച്ച്, എന്നിട്ട് ഓരോ ദിവസം പറയും നവകേരള പിറവി. അങ്ങനെയാണ് പിണറായി വിജയന്റെ 101-ാമത്തെ നവകേരള പിറവിയാണ് കേട്ടോ. ഇന്നലെ വരെ ഇവിടെ നവകേരളം ഇല്ലായിരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. നവകേരള പിറവി. നാളല്ല, മറ്റന്നാളല്ലേ? യെസ്, മറ്റന്നാള് ഇത് സംഭവിക്കാൻ പോവാണ്. എന്താണെന്നറിയോ? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ അവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. അതോടുകൂടി ലോകരാജ്യങ്ങളിൽ പിണറായി തമ്പുരാൻ വിളങ്ങി നിൽക്കും, അല്ലെ? ആ തിരുവാതിര പാട്ടിന്റെ വരികളൊന്ന് മൂളി നോക്കണം കേട്ടോ. ലോകമെങ്ങും ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ പിണറായി തമ്പുരാന്റെ കീർത്തി പരക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തിരുവാതിര പാട്ടുണ്ടായിരുന്നല്ലോ പണ്ട്, അല്ലെ? അതിലാണ് ഈ കാരണഭൂതം എന്ന് പറയുന്ന ആ ഒരു വിളിപ്പേര് വന്നത് പിണറായി വിജയന്. ഏതായാലും 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ് കേട്ടോ. ഇപ്പോഴിതാ പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. എന്തൊക്കെയാ കൊടുത്തതെന്ന് അറിയോ? നമ്പർ 1, ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. കഴിഞ്ഞ മാസം വരെ എത്രയാണ്? 1600 രൂപ. അതിന് കുടിശ്ശിക ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. 1600 രൂപ. ഇതെങ്ങനെ കൊടുക്കുന്നത് അറിയോ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് സെസ്, പെട്രോളിന്റെ സെസ് എന്ന് പറഞ്ഞാണ്ട് 2 രൂപ പിടിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി.
എന്നിട്ടാണ് മര്യാദയ്ക്ക് പോലും കൊടുക്കാതെ 1600 രൂപ മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത പിണറായി സർക്കാർ ഇപ്പം പറയാണ് ഞങ്ങൾ ഇതാ അടുത്ത മാസം മുതൽ നവംബർ മാസം മുതൽ ഞങ്ങൾ എത്രയാണ്, ഞങ്ങൾ 2000 രൂപ കൊടുക്കാൻ പോവുകയാണ്. എടോ ഉളുപ്പുണ്ടോ പിണറായി വിജയ? 4-5 മാസേ ഉള്ളൂ നിങ്ങളുടെ കാലാവധി തീരാൻ, അല്ലേ? നിങ്ങളുടെ കാലാവധി തീരാൻ ഇങ്ങനെ ഏറി വന്നാൽ 5 മാസം. ഇപ്പോഴാണോ നിങ്ങൾക്ക് 400 രൂപ കൂട്ടാൻ തോന്നിയത്? നിങ്ങൾ ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇറക്കിയ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ എത്ര കൂട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? 2500 രൂപ, അല്ലേ? ഓർമ്മയുണ്ടോ അന്തംഗമികളെ? 2021 പിണറായി സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് ഞങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ എത്രയാക്കും? 2500 രൂപയാക്കും. 4.5 വർഷം ആ വാഗ്ദാനം പാലിക്കാതെ ഇപ്പതാ ഇറങ്ങിപ്പോകാൻ പോകുമ്പോ ചില്ലിക്കാശായ 400 രൂപ കൂട്ടിയിരിക്കുന്നു. 2500 പോലും അല്ല കേട്ടോ. അതായത് ഈ പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനം അവസാനത്തെ 4 മാസം ബാക്കിയിരിക്കുക. അതുപോലും നിറവേറ്റാൻ പിണറായി വിജയന്റെ ഈ നെറികെട്ട ഭരണത്തിന് കഴിയുന്നില്ല കേട്ടോ. അവസാനം 400 രൂപ കൂട്ടിയിട്ട് ഞങ്ങളിതാ 2000 രൂപ കൂട്ടിയിരിക്കുന്നു. എന്നിട്ട് നാടാകെ പ്രകടനമാണ്. ഉളുപ്പില്ലാത്ത അന്തംഗമ്മികള് പന്തം കൊടുത്തി പ്രകടനം നടത്തുകയാണ്. വിജയൻ സഖാവേ, ഞങ്ങളുടെ പ്രിയ സഖാവേ, 400 കൂട്ടിയല്ലോ. എടോ ഉളുപ്പുണ്ടോ? 4.5 കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താണ്? 2500 രൂപയാക്കാന്ന്. എന്നിട്ട് ഇപ്പൊ 2000 ആക്കി എന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ തുള്ളുകയാണ്. ഉളുപ്പ് വേണോ? ഉളുപ്പ്. മേരി ജോർജ് അറിയോ? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് മേരി ജോർജ്. ഇത് സംബന്ധിച്ച് പറഞ്ഞെന്താണെന്ന് അറിയോ? അതായത് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അവസാനം അതിന്റെ എല്ലുണ്ടല്ലോ, അവസാനം ഈ നമ്മുടെ വീട്ടിലെ കാവൽ പട്ടികൾക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കും, അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകി വരുമ്പോ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റില് നമ്മൾ കടിച്ചു തുപ്പിയ ഈ എല്ലിന്റെ അവശിഷ്ടങ്ങൾ വീട്ടിലെ പട്ടിക്ക് എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പിണറായി ഈ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടി പോകുമ്പോ ഈ പാവപ്പെട്ടവർക്ക് ഈ എല്ലിൻ കഷ്ണം, കടിച്ചു തുപ്പിയ എല്ലിൻ കഷ്ണം ഇവർ ഇതുവരെ നടത്തിയ ധൂർത്ത്, അല്ലെ? ഹെലികോപ്റ്റർ മുതൽ 45 കാറുകളുടെ അകമ്പടിയോടെ ഇവർ നടത്തിയ ഈ യാത്രയുണ്ടല്ലോ, ധമയാത്ര, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ ധൂർത്തും കഴിഞ്ഞിട്ട് അവസാനം കടിച്ചു തുപ്പി എല്ല് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ കൂടെ അവർ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ, പറയാതെ പറയുകയാണ്, ഇതാ വോട്ട് ചെയ്തോളണം. 5 മാസം മുമ്പ് ഇലക്ഷൻ ഇങ്ങനെ വരാൻ വേണ്ടി പോകുമ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്തിട്ട് ഏത് രീതിയിലാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചത്, അതേപോലെ ഇപ്പതാ എല്ലിന്റെ കഷ്ണം എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഉളുപ്പും മാനുമില്ലാതെ അന്തംഗമികൾ കേരളത്തിന് നവകേരളം, പിന്നെ നവകേരളം എന്നാ പറയാ, തട്ടിപ്പു കേരളം എന്ന് പറയണം. തട്ടിപ്പു കേരള പിറവി എന്ന് പറയട്ടെ. എന്നാൽ പറയുന്നതിന് ഒരു അന്തസ്സുണ്ട്. സത്യം പറയുക, അല്ലേ? ഇനി ചിത്രം നോക്കണം നിങ്ങൾ കേട്ടോ. ഈ ചിത്രമൊന്ന് ഈ അന്തംഗമ്മികൾക്ക് വിവരമില്ല. അന്തംഗമ്മികളുടെ ഈ പത്രം തയ്യാറാക്കുന്ന പത്രാധിപസമിതി അംഗങ്ങൾക്ക് നിങ്ങൾ ഇത്തിരി വിവരം വേണ്ടേ? കള്ളത്തരം പറയുമ്പോ ആ കള്ളത്തരം ഒന്ന് നേരായിട്ട് പറയണ്ടേ? പിണറായി വിജയൻ ഇതാ കൈപിടിക്കുന്നു. ആരുടെ കൈയാണെന്ന് അറിയാൻ പിടിക്കുന്നത്? നല്ല കസവ് വേഷ്ടിയണിഞ്ഞ, അല്ലേ? കസവ് വേഷ്ടിയണിഞ്ഞ കീറിയ കുപ്പായമില്ലാതെ ഒരു നേരം ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാത്ത 1000-10,000 കേരളത്തിലുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതാ മനോഹരമായ ഒരു കസാരയിലിരിക്കുന്ന നല്ല പളവള മിന്നുന്ന കസവ് വേഷ്ടിയും കസവ് മുണ്ടുമൊക്കെ ധരിച്ച പ്രൗഢയായ ഒരു സ്ത്രീയുടെ സ്വർണ്ണവളകളണിഞ്ഞ സ്വർണ്ണമാലയണിഞ്ഞ ഒരു സ്ത്രീയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ. പിണറായി വിജയന്റെ അതിദരിദ്രരില്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് കേട്ടോ ഈ ചിത്രം. ഇതിലൂടെ പിണറായി വിജയൻ പറയുന്നത് എന്താണെന്നറിയോ? ഇരട്ടച്ചങ്കന്റെ ഭരണകാലത്ത് ഈ അടിസ്ഥാന വർഗം ഞങ്ങളിതാ ഈ കടിച്ചു തുപ്പിയ ഈ എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ്? കയ്യിൽ സ്വർണ്ണവളയിട്ട, കഴുത്തിൽ സ്വർണ്ണമാല തൂക്കിയ, കസവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീക്ക് കൊടുക്കുകയാണ് ഉളുപ്പും മാനവുമില്ലാതെ. കണ്ടോ ചിത്രം? കണ്ടോ? നാണമില്ലടോ നിങ്ങൾക്ക്? നാണമില്ലേ? അത് കഴിഞ്ഞിട്ട്
നോക്കിയിട്ട് ഈ ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടിയത്രേ ഓണറേറിയം. ഇതുവരെ അന്തംഗമ്മികൾ പറഞ്ഞു നടന്നത് എന്താണെന്ന് അറിയോ? ഞങ്ങളല്ല കൂട്ടേണ്ടത്, അത് കേന്ദ്രമാണ് കൂട്ടേണ്ടത്. ഞങ്ങൾ എന്താ ഓണറേറിയം ഞങ്ങളല്ല കൂട്ടേണ്ടത്, അത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞു നടന്നവരുടെ അണ്ണാക്കിലേക്കാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. 1000 രൂപ കൂട്ടിക്കൊടുത്തു, അതും ഈ കടിച്ചു തുപ്പിയല്ലും കഷ്ണം. ആശാവർക്കർമാർ പറയുന്നു, ഇതുകൊണ്ട് ഞങ്ങളുടെ സമരം തീരില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. കൂട്ടിക്കൊടുക്കുന്ന എത്രയാണ്? 1000 രൂപയാണ് കൂട്ടിക്കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസം എത്രയാണ്? ഏതാണ്ട് ഒരു 30 രൂപ. അത്രയും പൈസ മാത്രമാണ് കൂട്ടിക്കൊടുക്കുന്നത്. 232 രൂപ ദിവസം പ്രതിഫലം കിട്ടിയ 232 രൂപക്ക് വരെ ഇനി 262 രൂപ കിട്ടുന്നു. അത്രയേ ഉള്ളൂ. പക്ഷെ അത് തന്നെ ആ ഒരു കൂട്ടല് തന്നെ ഇവർ നേരത്തെ ഛർദ്ദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ, പ്രധാന എന്താ പറയാ വിനോദം എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഛർദ്ദിച്ചത് എടുത്തു തിന്നുക എന്നുള്ളതാണ്. തലേ ദിവസം ഛർദ്ദിച്ചത് എടുത്തു തിന്നുന്ന പിണറായി വിജയൻ ഇതാ ഇന്നലെ വരെ ഛർദ്ദിച്ചത് മുഴുവൻ എടുത്തു തിന്നുകയാണ് കേട്ടോ. CITU-കാരായ ആശാവർക്കർമാർ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. പടുമരത്തിന്റെ നേതൃത്വത്തിലുള്ള CITU-കാരായ ആശാവർക്കർമാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട, പിണറായി സർക്കാർ ഭരിക്കട്ടെ, ഞങ്ങൾ പട്ടിണി കിടക്കാമെന്ന് പറഞ്ഞ ആശാവർക്കർമാർക്കും ഇപ്പോൾ ഈ 1000 രൂപ കിട്ടിയപ്പോൾ അവരുടെ നേതാവ് വിളിച്ചു പറയുന്ന ഒരു ഫോൺ സന്ദേശം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചറപറ പറക്കുകയാണ് കേട്ടോ. കാണണം, കേൾക്കണം നിങ്ങളത്. അതിലെന്താ പറയുന്നത് അറിയോ? നാളെ മുതൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ PHCക്ക് മുമ്പിൽ, നിങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ, ഓരോ ആശാവർക്കർമാർക്കും ജോലി ചെയ്യുന്ന പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിന് മുമ്പിൽ നിങ്ങൾ ബാനർ തൂക്കണം, ബോർഡുകൾ സ്ഥാപിക്കണം. പിണറായി വിജയന്റെയും വീണ് കിടന്നുരുളുന്ന ജോർജിന്റെയും പടം വെച്ചിട്ട്, വീണ ജോർജിന്റെയും പിണറായി വിജയന്റെയും പടം വെച്ച് നിങ്ങൾ ഫ്ലക്സ് തൂക്കണം. ആരോടാ പറയുന്നത് അറിയോ? ഈ 1000 രൂപ എന്ന് പറയുന്ന ഈ ചില്ലിക്കാശ് കൊടുത്ത ആശാവർക്കർമാരോട് ഉളുപ്പില്ലാതെ പിണറായി വിജയൻ സർക്കാർ പറയുകയാണ്, ഇതാ നിങ്ങൾ ഇനി PHCക്ക് മുമ്പിൽ ഞങ്ങളുടെ പടം വെച്ചിട്ട് ഫ്ലക്സ് അടിക്കണം കേട്ടോ. ഇവരെ കൊണ്ട് ഇലക്ഷൻ പ്രചാരണം നടത്തിപ്പിക്കുകയാണ്. ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നല്ലോ ആശാവർക്കർമാർക്ക് എന്താ പറയാ ഈ ഓണറേറിയം കൂട്ടണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു കേട്ടോ. ആ കമ്മിറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയോ? 1500 രൂപ കൂട്ടണമെന്ന് പറഞ്ഞത്. 1500 രൂപയെങ്കിലും കൂട്ടണമെന്നാണ് ഈ ഹരിത എന്ന് പറയുന്ന ഇതിന്റെ നേതൃസ്ഥാനത്തുള്ള IAS ഉദ്യോഗസ്ഥ പറഞ്ഞത്. ഇവർക്ക് ഒരു 1500 രൂപയെങ്കിലും കൂട്ടണം. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. 1500 രൂപ കൂട്ടണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ 6-7 മാസങ്ങളായി ഇവരുടെ കയ്യിൽ ഇരിക്കവെയാണ് ഇപ്പോ വേറൊരു 1000 രൂപ കൂട്ടിക്കൊടുത്തത്. ആശാവർക്കർമാരെ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. വിജയ കടിച്ചത് പേഴയും കഷ്ടം അവർക്ക് വേണ്ടടോ. അവർക്ക് ആവശ്യം നിങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ എത്രയാണ്? 700 രൂപ ദിവസം എന്ന് പറഞ്ഞാൽ മാസം 21,000 രൂപ ആ വേതനം കിട്ടണമെന്ന ആവശ്യവുമായിട്ടാണ് ആശാവർക്കർമാർ അവിടെ 300 ദിവസമായി സമരം ചെയ്യുന്നത് കേട്ടോ. ഇത്തരം തട്ടിപ്പ് പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നു. എന്നിട്ട് നവകേരള പിറവിയപ്പോഴേ. ഇനി മറ്റൊന്ന്, ഇതെങ്ങനെയാണോ കൊടുക്കുക? ഖജനാവിൽ പൈസ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങൾ എങ്ങനെ കൊടുക്കാനാണിത്? അത് പറ. KN ബാലഗോപാൽ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന പറയുന്നത്. എവിടെ നിർത്ത് കൊടുക്കണോ? അതിനു വേണ്ടിയിട്ട് ഈ ശബരിമലയിലെ അയ്യപ്പനെ നിങ്ങൾ കട്ടുകൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ട് ശബരിമലയിലെ ആ തങ്ക വിഗ്രഹത്തെ കട്ടുകൊണ്ടുപോകണോ? ഇപ്പോഴും ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ? അതായത് ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ പണ്ട് നമ്മുടെ വിജയ് മല്യ സ്വർണ്ണത്തകിട് പതിപ്പിച്ച ആ കാലത്തെ രേഖകൾ മുഴുവൻ മുക്കിയിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ടും അത് കൊടുക്കുന്നില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാസവൻ അറസ്റ്റിലാകും, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും, ഇവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകും, കാരണഭൂതവും ഒരു പക്ഷേ അറസ്റ്റിലായേക്കും. അതുകൊണ്ട് ഇതൊന്നും കൊടുക്കില്ല. എന്നിട്ട് നവകേരള പിറവി. വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നാ പറയുന്നത്. വീട്ടമ്മമാർക്ക് പെൻഷൻ നിങ്ങൾ എപ്പം കൊടുക്കണോ? ഇതിന്റെ കണക്കെടുപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു രജിസ്റ്റർ തയ്യാറാക്കാനും ഇവരെ കണ്ടെത്താനും ഒക്കെ എത്ര മാസം പിടിക്കും? അപ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകും. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. കേരളത്തിൽ ജനത നിങ്ങളെ പുറം കാലം കൊണ്ട് ചവിട്ടി എറിയും അറബിക്കടലിലേക്ക് കേട്ടോ. ഒരു പ്രാവശ്യം തട്ടിപ്പ് നടത്തി നിങ്ങൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന 3-ാം പ്രാവശ്യവും ഈ പറയുന്ന ചപ്പടാച്ചി പരിപാടി കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ.